ഫ്രണ്ട്സ് നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോളിഫ്ലവർ തോരൻ. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. കോളിഫ്ലവർ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 3 കപ്പ്, പച്ചമുളക് വളരെ തിന്നായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തത് 3 എണ്ണം, കറിവേപ്പില 2 തണ്ട്, വറ്റൽമുളക് 3 എണ്ണം, ചെറിയ ഉള്ളി വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് 4 എണ്ണം, ചിരകിയ നാളികേരം 1/2 കപ്പ്, കടുക് 1/2 ടീസ്പൂൺ, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഒരു സ്കില്ലറ്റിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക് എന്നിവയിട്ട് വഴറ്റുക. ഉള്ളി ഒന്ന് വാടിക്കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളി കുറേ ബ്രൗൺ കളറാകരുത്. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് മിക്സ് ചെയ്യുക. ഞാനിതിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നില്ല. ഈ കോളിഫ്ലവർ നല്ല വെളുത്ത നിറത്തിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാതിരുന്നത്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഈ ഉള്ളി വഴന്നതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കോളിഫ്ലവർ നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ ഇതുപോലെ പൊത്തിക്കൂട്ടി ഒതുക്കി വയ്ക്കുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 മിനിറ്റോളം തുറന്ന് വെച്ച് കുക്ക് ചെയ്യുക. ഇതിലോട്ട് വെള്ളം ഒട്ടും ആഡ് ചെയ്യരുത്. കോളിഫ്ലവറിന് അധികം വേവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിരകിയ നാളികേരം ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒരു 3 മിനിറ്റും കൂടി ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. വെള്ളമെല്ലാം തോർത്തിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കോളിഫ്ലവർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കോളിഫ്ലവർ തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ബൈ.